சி ஜோசப் விஜய் எனும் நான் பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സി ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MS വേണുഗോപാലാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്നത് 5 ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും തമിഴ്നാടിനെ കുറിച്ച് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം കേവലം 2 വർഷം ആയുസ് മാത്രമുള്ള ഒരു ചെറിയ പാർട്ടി, അധികം മറ്റ് ദ്രാവിഡ പാർട്ടികളെ സംബന്ധിച്ച് അത്രയും പാരമ്പര്യമൊന്നും തന്നെ ഇല്ലാത്തൊരു പാർട്ടി, അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് തമിഴകം കീഴടക്കിയത് എന്നുള്ള ചോദ്യം, അതിൻ്റെ ഫോർമുല അടക്കം ഇപ്പോൾ ചർച്ചയായി മാറുന്നുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ പറയുന്ന ഒരു വിഷയമാണ് പലരും ഇപ്പോൾ DMK-യിൽ നിന്നും ADMK-യിൽ നിന്നുമൊക്കെ വിജയുടെ TVK-യിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത്. എന്താണ് നമ്മൾ TVK-യിലൂടെ മനസ്സിലാക്കേണ്ടത്, പാഠം ഉൾക്കൊള്ളേണ്ടത്? TVK ദ്രാവിഡ ഒരു പാരമ്പര്യത്തിൻ്റെ ചെറിയ ലാഞ്ചനകൾ കാണിക്കുന്നുണ്ടെങ്കിലും അവർ ദേശീയതയിൽ കൂടെ ഊന്നിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വന്ദേ മാതരം എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് അവർ നടത്തിയപ്പോൾ ഉദ്ദേശിച്ചത്. അതിപ്പോൾ ചെറിയ വിമർശനങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിലും വിജയുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലായി. കേന്ദ്രവുമായിട്ടൊരു വലിയ സ്പർദ്ധയില്ലാതെ പോയിക്കൊണ്ട് തമിഴ്നാടിൻ്റെ വികസനം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ദ്രാവിഡ പാർട്ടികളുടെ അന്ത്യമാണ്. അല്ലാതെ തന്നെ ദ്രാവിഡ പാർട്ടികൾക്ക് ഒരു അന്ത്യത്തിന് സമയമായി. കാരണം സ്റ്റാലിന് ശേഷം ഉദയനിധി സ്റ്റാലിന് ആ DMK അതുപോലെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് സംശയമാണ്. ഇത് കരുണാനിധി സംശയിച്ചിരുന്നതാണ്. കരുണാനിധി പറഞ്ഞ് എൻ്റെ മകൻ എനിക്ക് ശേഷം എങ്ങനെ ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നു. പക്ഷേ കരുണാനിധിയുടെ ആ ഒരു കൺസെപ്റ്റിനെ കവച്ചു വെച്ചുകൊണ്ട് സ്റ്റാലിൻ വളരെ ഭംഗിയായിട്ട് ദ്രാവിഡ രാഷ്ട്രീയവും ഏതാണ്ട് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ കൊണ്ട് ഇന്ത്യ മുന്നണിയും ഒക്കെ ആയി ചേർന്ന് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ ഉദയനിധി സ്റ്റാലിന് അതിനുള്ള പക്വതയില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അപ്പോൾ വിജയ് ഒരു വിജയ തിലകം കുറിച്ച് കഴിഞ്ഞു എന്നുള്ളത് തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബോധ്യമായി കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലത്തെ DMK-യുടെയും ADMK-യുടെയും മാറി മാറിയുള്ള ഭരണം, അത് ജനങ്ങൾ മടുത്തു എന്നുള്ളത് തന്നെയാണ്. ഒരു ഭരണവിരുദ്ധ വികാരമെന്ന് വലിയ തോതിൽ നമുക്ക് പറയാൻ തുടക്കത്തിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെയെങ്കിലും മാറി മാറി ചിന്തിക്കുന്നതിന് പകരം പുതിയൊരു മാറ്റം, പുതിയൊരു പാർട്ടി, പുതിയൊരു നേതാവ് എന്ന നിലയിലേക്കൊക്കെ തന്നെ തമിഴ് ജനതയെ പ്രേരിപ്പിച്ചതിൻ്റെ ഒരു ഘടകം കൂടി എന്തായിരിക്കാം? അതിന് നമുക്ക് അറിയാം, കരുണാനിധിയെ പോലും അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ അടിച്ചു ഓടിക്കുന്ന പരിപാടിയാണ് DMK-യും കരുണാനിധിയും ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ MGR വന്നപ്പോൾ MGR-ന് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു. അതായത് മക്കൾക്ക് എപ്പോഴും നല്ലത് കൊടുക്കണം, ജനങ്ങളുടെ സുരക്ഷ, ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണം, മറ്റു കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു നയമായിരുന്നു. ഇത് കഴിഞ്ഞ് ജയലളിത വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അതുപോലെ MGR-ന് അഴിമതി എന്ന് പറയുന്നത് അത്ര പ്രിയമുള്ള കാര്യമായിരുന്നില്ല. പണം ഇഷ്ടം പോലെ ഉണ്ട്, തനിക്ക് പണം ഉണ്ടാക്കേണ്ട, അതുകൊണ്ട് സർക്കാരിലെ പണം എനിക്ക് വേണ്ട എന്നുള്ളൊരു നയം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ജയലളിത വന്നപ്പോൾ ജയലളിത അഴിമതി കുറേ കാണിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിൽ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് അമ്മ റെസ്റ്റോറൻറ്റുകൾ നമുക്കറിയാമല്ലോ, അതിൽ 3 ഇഡ്ഡലി കുറച്ച് സാമ്പാറും 5 രൂപയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു പോളിസി, അത് ഉദ്യോഗസ്ഥന്മാരെല്ലാം എതിർത്തതാണ്. ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പോലും, ഇത് നടപ്പിലാക്കിയാൽ ഖജനാവ് പൂട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ സിവിൽ സപ്ലൈസ് സെക്രട്ടറിയോട് പറഞ്ഞതെങ്കിൽ നിങ്ങളുടെ ഓഫീസ് കൂട്ടുന്നതായിരിക്കും ഭേദം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി രക്ഷയില്ല, എങ്ങനെയെങ്കിലും ഈ പദ്ധതി നടപ്പിലാക്കി. അങ്ങനെ പദ്ധതി നടപ്പിലാക്കി കൊണ്ടുവന്ന ആളാണ് ജയലളിത. അത് ജനങ്ങൾക്ക് ഹിതമായത് ചെയ്യുന്നതിൽ അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അഴിമതി അവർ കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും. പക്ഷേ ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഭരണമാണ് സ്റ്റാലിൻ്റേത് വന്നത്. ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കിയില്ല, ഭരണത്തിലെ മികവും നോക്കിയില്ല, പകരം അഴിമതിയുടെ കൂത്തരങ്ങായി മാറി. സ്റ്റാലിൻ ക്ലീനായിട്ട് നിന്നുകൊണ്ട് സെന്തിൽ ബാലാജിയെ പോലുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കോടികൾ വെട്ടി. ഇപ്പോൾ ടാസ്മാക് എന്ന് പറയുന്ന അവിടുത്തെ ബ്യൂറേജ് കോർപ്പറേഷൻ ഒന്നാം തരം മോഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് ടാസ്മാക്കിൻ്റെ ബാറുകളും ബ്യൂറേജസ് കോർപ്പറേഷൻ്റെ അവിടുത്തെ അവരുടെ ഷോപ്പുകൾക്കും പകരം സെന്തിൽ ബാലാജിക്ക് വേറൊരു നെറ്റ്വർക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ വേറെ കുറേ അനധികൃത മദ്യ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാമായിട്ട് നടത്തി അവർ കോടിക്കണക്കിന് പണം, അത് ഒരു മാർഗ്ഗം ഇത് മാത്രം, പല മാർഗ്ഗങ്ങളിലൂടെ അങ്ങനെ അവർ
വികസനം എന്ന് പറഞ്ഞ് ചെയ്തതിലെല്ലാം പണം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ അണ്ണാമലയ്ക്ക് ഭംഗിയായി കഴിഞ്ഞു. എൻ മക്കൾ, എൻ മണ്ണ് എൻ മക്കൾ എന്നുള്ള ആ ഒരു വാദവുമായിട്ട് അദ്ദേഹം 168 ദിവസം തമിഴ്നാടിൽ എമ്പാടും സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം വലിയൊരു മെസ്സേജ് കൊടുത്തു. യുവാക്കളെ, നിങ്ങൾ മാറ്റത്തിന് തയ്യാറാകൂ. അതുപോലെ തന്നെ സ്ത്രീകളെ, നിങ്ങളുടെ സുരക്ഷ അപകടത്തിലാണ്, ഈ സർക്കാരിനെ പൊളിച്ചെഴുതണം. അതുപോലെ നാട്ടുകാരെ, പാവപ്പെട്ടവരെ, ഈ സർക്കാർ നിങ്ങളെ കൊള്ളയടിക്കുകയാണ്, ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഗതിയില്ല. ഒരു ചേഞ്ചിന്റെ ഒരു മുദ്രാവാക്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ വിജയ് അണ്ണാമല കൂടി സഹായിച്ചു. ബിജെപിയുടെ ഒരു വിജയ് അല്ല, അണ്ണാമലയാണ് ശരിക്കും സഹായിച്ചത്. ആന്റി ഇൻകംബൻസി ഉണ്ടാക്കുന്നതിൽ 2023-24 അദ്ദേഹം നടത്തിയ പദയാത്രകൾ വളരെയധികം ജനങ്ങളിങ്ങനെ കൂട്ടത്തോടെ ഇതിന് പുറകെ പോകുമായിരുന്നില്ലേ. ഇത് കണ്ടുകൊണ്ടാണ് വിജയ്ക്ക് ഈ സ്ലോഗൻ ആളുകൾ പറഞ്ഞു കൊടുത്തത്. ആന്റി ഇൻകംബൻസിയാണ് പറയേണ്ടത്, സ്റ്റാലിനെ അടിച്ചാൽ, DMK അടിച്ചാൽ, ഈ ഗവൺമെന്റിനെ അടിച്ചാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് വിജയ്ക്ക് മുദ്രാവാക്യം കൊടുത്തത് ഈ നീക്കം കണ്ടുകൊണ്ടാണ്. ശരിക്കും അവിടെ ചേഞ്ചിന് വേണ്ട അറ്റ്മോസ്ഫിയർ അണ്ണാമല ഉണ്ടാക്കി. അതുകൊണ്ടാണ് 2.5% കിടന്ന BJP വോട്ട് 2024 12% എത്തിയത്. പക്ഷേ അവിടുത്തെ BJPയിലെ കുതികാൽ വെട്ടും മറ്റു കാരണങ്ങൾ കൊണ്ട് അണ്ണാമലയ്ക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കേന്ദ്ര നേതൃത്വം വേറൊരു വിധത്തിലാണ് ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത്. അതേസമയം അണ്ണാമലയ്ക്ക് ഇപ്പോഴും ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ വിജയ് പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ സഖ്യവും അവിടെ രൂപപ്പെട്ടു വന്നേനെ. അണ്ണാമലെ പ്രതിപക്ഷ നേതാവായിക്കൊണ്ടുള്ള ADMK കുറച്ചുകൂടി കരുത്താർജിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായേനെ. ADMKക്ക് സാധാരണഗതിയിൽ അണ്ണാമലയുടെ പിന്നിലാണ് നിന്നിരുന്നതെങ്കിൽ സാധ്യത ഉണ്ടായേനെ. അതേസമയം എടപ്പാടി വിചാരിച്ചത് ഇയാളെ കൂടെ കൂട്ടിയാൽ ഇയാളായിരിക്കണം മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾ പറഞ്ഞാലോ. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്ന പോലെ ജനങ്ങളുടെ മുഖ്യമന്ത്രി അണ്ണാമലയാണ് എന്ന് ഒരു മുദ്രാവാക്യം ജയിച്ചു കഴിയുമ്പോൾ വന്നാലോ. അപ്പോൾ അത് വേണ്ട, അതിന് പകരം ഇയാളെ MLA പോലും ആക്കരുത് എന്ന് പറഞ്ഞ് നിഷ്കരണം വെട്ടുകയാണ് ഉണ്ടായത്. BJP ആകട്ടെ ഈ സന്ദർഭത്തിൽ ഇതൊന്നും നോക്കണ്ട, DMK താഴെ ഇറക്കി ദ്രാവിഡ രാഷ്ട്രീയം അവസാനിപ്പിക്കുക. വിജയ് ഇങ്ങനെ വരുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. കൂടിപ്പോയാൽ 15% വോട്ട്, ഒരു 30 സീറ്റിന് താഴെ, 25-20 അവർ പ്രതീക്ഷിച്ചത്. അതിലപ്പുറം പോകില്ലെന്നാണ്. അതെല്ലാം ജനങ്ങൾ അടിത്തട്ടിൽ BJP വിതച്ചത്, അല്ലെങ്കിൽ അണ്ണാമല വിതച്ചത് ശരിക്കും പറഞ്ഞാൽ വിജയ് കൊയ്തു. അതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഒപ്പം വിജയുടെ ആ സ്റ്റാർഡം, MGRന് ശേഷം തങ്ങൾക്ക് ആരുമില്ല, അല്ലെങ്കിൽ ജയലളിതയ്ക്ക് ശേഷം പോലും നമുക്ക് ആരുമില്ല എന്നൊരു തോന്നൽ പ്രചരണ സമയത്തൊക്കെ തന്നെ രണ്ടാം MGR എന്നുള്ളത് വലിയ തോതിൽ തന്നെ ഉയർന്നു കേട്ടത്. അത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ചന്ദ്രശേഖറും ശോഭാ ചന്ദ്രശേഖറും 2 കാര്യങ്ങളാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. ഒന്ന്, കുട്ടിക്കാലത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ MGR ആകണം, MGRനെ പോലെ ഒരു നടനാകണം. അത് വളർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹം MGR ആകാനാണ് ശ്രമിച്ചത്. ചിന്ന ദളപതിയായി, പിന്നെ ദളപതിയായി അദ്ദേഹം തമിഴ്നാട് സിനിമ കീഴടക്കി. പിന്നീട് കൊടുത്ത മുദ്രാവാക്യമാണ്, നീ MGRനെ പോലെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകണം. ഇപ്പോൾ 2005 അങ്ങനെ ഒരു പാട്ട് പോലും ശോഭ പാടി. ശിവകാശി എന്ന് പറഞ്ഞൊരു സിനിമയിൽ പാടിയ പാട്ട്, പാവങ്ങൾ നനച്ചാൽ നീ താൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു പാട്ട് വളരെ ഹിറ്റായൊരു പാട്ടാണ്. അത് വിജയുടെ മനസ്സിൽ കൊള്ളിക്കുന്ന ഒരു പാട്ട് കൂടിയായിരുന്നു. അപ്പോൾ 2005 മുമ്പേ തന്നെ അച്ഛനും അമ്മയും ഇതെങ്കിലും മോൾഡ് ചെയ്തുകൊണ്ട് വന്നു. അതിനുള്ള സാഹചര്യങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് കിട്ടി. ഒരു ക്രിസ്ത്യൻ ലോബി കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയപ്പോൾ ജോസഫ് വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി മാറി. ഇപ്പോൾ തമിഴ്നാട്ടിലെ നമുക്ക് രാഷ്ട്രീയ സാഹചര്യം അറിയാവുന്നതാണ്. ഫ്രീബീസിൻ്റെ രാഷ്ട്രീയമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തമിഴ്നാട്ടിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നേ ജയലളിത ആയിരുന്ന സമയത്തായിരുന്നാലും കരുണാനിധി ആയിരുന്ന സമയത്തായിരുന്നാലും ഒക്കെ തന്നെ ആ ഫ്രീബീസ് രാഷ്ട്രീയത്തിന് ഒരു ബദലായി വിജയ്ക്ക് മാറാൻ സാധിക്കുമോ, അതോ വിജയും അതേ പാതയിൽ തന്നെ സഞ്ചരിക്കുമെന്ന് തന്നെയാണോ തോന്നുന്നത്? പെട്ടെന്ന് അത് മാറ്റാൻ കഴിയില്ല, കുറച്ച് ഫ്രീബീസുകളൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ വിജയ് ഖജനാവ് കൂടെ നോക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയില്ലെങ്കിൽ വിജയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം സ്റ്റാലിനും പാർട്ടികളും അവിടെ നോക്കിയിരിക്കുകയാണ് എന്താണ് അവിടെ അപാകത ഉണ്ടാകുന്നത്. ഇപ്പോഴല്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞിട്ടെങ്കിലും വിജയെ ആക്രമിക്കാൻ കിട്ടുന്ന ഉപകരണം എന്തൊക്കെയാണോ അതൊക്കെ ഉപയോഗിക്കാൻ നോക്കും. ഇനിയിപ്പോൾ ഇലക്ഷൻ ഉടനെ ഇല്ല, 2029 ഉള്ളൂ എന്നുള്ളതൊരു ഭാഗ്യമാണ് വിജയെ സംബന്ധിച്ചുള്ള. അപ്പോൾ ഒരു 3 വർഷം അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഭരിക്കാൻ അവസരം കിട്ടും. ഇപ്പോൾ പിന്നെ ADMKയിലെ സ്പ്ലിറ്റ് ഗ്രൂപ്പ്, വേലമണി ഉൾപ്പെടെയുള്ളവർ അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയ്ക്ക് ഒരു 150 സീറ്റിലധികം ഭൂരിപക്ഷം അവിടെ ഉണ്ടാകും. ഇപ്പം 30 അവർക്ക് പറഞ്ഞെങ്കിൽ 31 കിട്ടിയാലേ 3-2 ആവുള്ളൂ. എങ്കിലേ കാലുമാറ്റ കൂറുമാറ്റ നിയമം അതിജീവിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ ഒരാളെയും കൂടെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഒരു മന്ത്രിയാക്കാന്ന് പറഞ്ഞാൽ
എടപ്പാടിയുടെ കൂടെ നിന്ന് പട്ടിണി കിടക്കുന്ന 17 പേര് ചിലപ്പോൾ 17 പേരും ചാടും, ഇല്ലെങ്കിൽ എടപ്പാടി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ചാടും. ആ വിധത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും വിജയ്ക്ക് ഒരു ഇലക്ഷൻ ഇല്ലാതെ തന്നെ 150-ൽ പരം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുന്നത്. അത് ഇന്നോ നാളെയോ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ സ്റ്റാലിൻ അതിലെ 1-2 കക്ഷികളെ പിന്നോട്ട് വലിച്ചേക്കാം. അതും പറയാൻ പറ്റില്ല. കാരണം CPM-ൻ്റെയൊക്കെ അടപ്പിളകിയിരിക്കുകയാണ്. ഇന്ത്യയിൽ മൊത്തം ഭരണമില്ലാതായിരിക്കുകയാണ്. അപ്പം 70 വർഷമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഭരണമില്ലാത്ത ഒരു കാലം. അപ്പോൾ അത് മാറി കനൽ 2 തെരിയാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഒരു മന്ത്രിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അവരൊരു ഡിമാൻഡ് വെച്ചിരിക്കുന്നത് രാജ്യസഭയിലേക്ക് 4 MP-മാരെ അയക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം രാജ്യസഭയിലെ MP-മാരുടെ എണ്ണം വളരെ പ്രധാനമാണ്. 4 MP-മാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദേശീയ പാർട്ടി എന്നുള്ള പദവി നിലനിർത്താനായിട്ടുള്ള ഒരു ഘടകമാവും. പിന്നെ 6% വോട്ട് മിനിമം 3 സംസ്ഥാനങ്ങളിൽ അത് അവർക്ക് കിട്ടും. കാരണം കേരളത്തിലും ബംഗാളിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ത്രിപുരയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ കൂടുതൽ വോട്ടുണ്ട്. അപ്പം ആ പ്രശ്നം വരില്ല. പക്ഷേ 4 MP-മാർ എന്നുള്ള ഒരു ഘടകം അത് പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള ചാൻസ് ഇതിലൂടെ നോക്കും. കാരണം കേരളത്തിൽ 35 MLA-മാരാണുള്ളത്. 35 MLA-മാർക്ക് ഒരു MP-യെ പോലും അയക്കാനുള്ള സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ കേരളത്തിൽ നിന്നൊരു MP ഇനി ജോൺ ബ്രിട്ടാസിന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ വാതിലടഞ്ഞു. അല്ലെങ്കിൽ ഇനി തമിഴ്നാട്ടിൽ വിജയ് കനിയണം. അതാണ് അവസ്ഥ. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് തുടക്കം മുതൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് തൊട്ട് പിന്നാലെ തന്നെ പറഞ്ഞൊരു വിഷയമാണ് കേരളത്തിലൊക്കെ പ്രധാനമായിട്ട് ഖജനാവിനെ കുറിച്ച് പറയുന്ന പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് എന്ന് പറയുന്നത്. സമാനമായൊരു രീതി തന്നെയാണ് വിജയും പ്രയോഗിച്ചത്. 10 ലക്ഷം കോടിയുടെ കടത്തിലാക്കിയിട്ടാണ് ഭരണം ഒഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു വലിയ അമിത ഭാരമാണ് തങ്ങളുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്നതെന്ന്. പക്ഷേ സ്റ്റാലിൻ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. എന്നിരുന്നാലും തമിഴ്നാടിനെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയാവുന്നതാണ്, ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ ടാക്സ് റവന്യൂ ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു സംസ്ഥാനം കൂടിയാണ്. അവിടെ ഇത്തരത്തിലൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലവിലുണ്ടോ? സാമ്പത്തിക പ്രതിസന്ധി തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം സ്റ്റാലിൻ വെട്ടി വിഴുങ്ങുകയാണ് ചെയ്തത്. സ്റ്റാലിൻ നേരിട്ടല്ല, പക്ഷേ സ്റ്റാലിൻ്റെ മന്ത്രിമാരെ ഉപയോഗിച്ച്, ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചൊക്കെ സ്റ്റാലിൻ നല്ലപോലെ പണം ഉണ്ടാക്കി. സ്റ്റാലിന് അറിയാം, ഞാൻ നേരിട്ടിറങ്ങി പണം വെട്ടിയാൽ പിണറായി വിജയനെ കൂട്ട് നരേന്ദ്രമോദി പൂട്ടും. അതുകൊണ്ട് അദ്ദേഹം ആ പൂട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് വളരെ ഭംഗിയായി ശ്രമിച്ച് സഹമന്ത്രിമാരെ വെച്ചും ഉദ്യോഗസ്ഥരെ വെച്ചും അദ്ദേഹം പണം ധാരാളം ഉണ്ടാക്കി. അതെല്ലാം തനിക്ക് വരാതെ വേറെ ഏജൻസികൾ വഴി വരാനൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്താണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് ഖജനാവ് വളരെ ദുർബലമാണ്. ആ ഖജനാവ് പിന്നെ 10 ലക്ഷം കോടി കടമുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ 5 ലക്ഷം കോടിയുടെ വെട്ടത്തൊന്നും വരില്ല. കാരണം തമിഴ്നാട് വലിയൊരു സംസ്ഥാനമാണ്. ഇഷ്ടംപോലെ സാമ്പത്തിക വരുമാനത്തിനുള്ള സ്രോതസ്സുകൾ ഇപ്പോഴും ഉണ്ട്. ധാരാളം ഫാക്ടറികളുണ്ട്, ധാതു സമ്പത്തുണ്ട്, ഇതൊക്കെ കാർഷിക സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിജീവിക്കാൻ കഴിയുമെങ്കിലും നമ്മൾ പറയില്ലേ, മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് മാത്രം പോയാൽ ജനങ്ങളുടെ തൃപ്തി കിട്ടാൻ വഴിയില്ല. ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് വിജയ്ക്ക് കഴിയണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ തലവഴി മുന്നിട്ടുകൊണ്ട് ഒരിടത്തും പോകില്ല, പോകുന്നെങ്കിൽ തല ഉയർത്തി തന്നെ പോകും എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നരേന്ദ്രമോദിയെ കണ്ട് തമിഴ്നാടിന് ആവശ്യമുള്ളത് വാങ്ങാൻ ശ്രമിക്കും. നരേന്ദ്രമോദിയും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാടിന് വേണ്ടത് തരാൻ വിജയ് മുന്നോട്ട് വന്നാൽ തയ്യാറാണ്. കാരണം 29-ൽ തനിക്ക് അവിടുന്ന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. ഇന്നത്തെ സാഹചര്യത്തിൽ 29-ൽ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ വിഷമമാണ്. അപ്പോൾ വിജയ് കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കാതെ നിൽക്കുകയെങ്കിലും ചെയ്യേണ്ടത്. 39 സീറ്റാണ്. ആ 39 സീറ്റ് വളരെ നിർണായകമാണ്. ഒരു പക്ഷേ വിജയ്, തമിഴ്നാട്ടിലെ രീതി അങ്ങനെയാണ്, പിടിച്ചാൽ 39 സീറ്റും പിടിക്കും, ഇല്ലെങ്കിൽ ചിലപ്പം 0 ആയിരിക്കും. അടുത്ത തവണ അതുപോലെ 38 39 ഒക്കെ സീറ്റ് പിടിച്ചുകൊണ്ട് പിന്നെ ദേശീയ നേതൃത്വത്തിലേക്ക് വരാൻ വിജയ് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത്, ഞാൻ എല്ലാ സഹായവും ചെയ്യും. അപ്പോൾ ഈ 39 പേര് പ്രതിപക്ഷത്ത് നിൽക്കാതെ ഒരു ന്യൂട്രൽ ലൈനിൽ കളിച്ചാലും മതി. ഇപ്പോൾ മറ്റ് ചില പ്രതിപക്ഷ കക്ഷികൾ ആന്ധ്രയിൽ നിന്നും ഒക്കെയുള്ള ജഗൻമോഹൻ റെഡ്ഡിയെ കളിക്കുന്ന പോലെ അവിടെയും ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നിന്നാലും മതി. അപ്പോൾ അത്തരത്തിൽ ശല്യം ഉണ്ടാക്കാതെ നിൽക്കാനെങ്കിലും വിജയെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കലാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ പ്രധാനമായിട്ടും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി ശരിക്കും ആരുടെ ഒപ്പമാണ്, കോൺഗ്രസ് ആരുടെ ഒപ്പമാണ്, അങ്ങനെയൊക്കെയുള്ള പലവിധ സംശയങ്ങളുണ്ടായിരിക്കുന്നു. സ്റ്റാലിൻ ഉടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് പോയൊരു സാഹചര്യത്തിൽ ലീഗിൻ്റെ തീരുമാനം നമ്മൾ കണ്ടതാണ്, CPM-ൻ്റെയും CPI-യുടെയും തീരുമാനം കണ്ടതാണ്. എന്നാൽ മറുഭാഗത്ത് ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ ഇവരൊക്കെ ഒറ്റകക്ഷിയായി നിൽക്കുന്നു.
ഒരേപോലെ പോരാടുന്നു. എന്നാൽ ഇപ്പുറത്ത് വിജയും മോദിയും തമ്മിൽ ഈ പറഞ്ഞതുപോലെ ഒരു സൗഹൃദത്തിൻ്റെ വക്കിലേക്ക് കടക്കുന്നു. സംസ്ഥാനത്തിൻ്റെ നാടിൻ്റെ നല്ലതിനു വേണ്ടി ഏത് തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറാണെന്ന് സമ്മതിച്ച് നൽകുന്നു. അപ്പോൾ ശരിക്കും അവിടുത്തെ ഒരു രാഷ്ട്രീയ സമവാക്യം അതെങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? BJP ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ ഇന്ത്യ മുന്നണി തകർന്നു, അതിനി ഭാവിയില്ല. കാരണം DMK അതിൽ നിന്ന് പോയത്, DMK ആണ് അതിനകത്ത് ഒരു പ്രധാന കക്ഷിയായിരുന്നു. പിന്നെ TMC ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ടെങ്കിലും മമതയുടെ വാദം വളരെ തെറ്റായതാണ്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ കക്ഷികൾ എന്നോടൊപ്പം ചേരണം, മാവോയിസ്റ്റുകൾ എന്നോടൊപ്പം ചേരണം, മറിച്ച് വിഘടനവാദികൾ എന്നോടൊപ്പം ചേരണം, ജെൻസികൾ എന്നോടൊപ്പം ചേരണം. അപ്പോൾ അവരൊരു കലാപത്തിനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് ഇന്ത്യയിൽ സംശയം തോന്നാനുള്ള കാരണം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത്തരം വിഷയങ്ങളുണ്ടായാൽ ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന BJPക്ക് വളരെ എളുപ്പമാണ്. അവരെ അടിച്ചൊതുക്കാൻ മാത്രമല്ല, വേണമെങ്കിൽ തുറുങ്കിലടക്കാനും കഴിയുന്ന വിധത്തിൽ അവരെ കൊണ്ടുവരാൻ സാധിക്കും BJPക്ക്. അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികളൊന്നും അത്തരത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ ലക്ഷ്യം ഈ ഇന്ത്യ മുന്നണിയെ പുറകിൽ നിന്നുകൊണ്ട് കളിക്കുകയല്ല. കാരണം അതവിടെ നിന്നാൽ അവർക്ക് ഒരുപാട് അടി പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. എല്ലാ സീറ്റിലും മത്സരിച്ച് മാക്സിമം സീറ്റുകൾ ഒപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഇനിയുള്ള നയം. അത് ഇനി UP യിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും അവർക്ക് അത്തരത്തിലൊരു നയം, ചിലപ്പോൾ UP യിൽ ഒരു പ്രാവശ്യം കൂടെ അത്തരത്തിലൊരു പരീക്ഷണം അഖിലേഷ് യാദവുമായിട്ട് നടത്തിയേക്കാം. പക്ഷേ ആ പരീക്ഷണങ്ങളിലൊന്നും അർത്ഥമില്ലെന്ന് അവർക്ക് ബീഹാറിൽ നിന്ന് മനസ്സിലായി. ബീഹാറിൽ പുറകിൽ നിന്നിട്ട് അവർക്ക് എന്ത് കിട്ടി? ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ അവർ മുന്നിൽ വന്ന് മത്സരിച്ചപ്പോൾ അവർക്ക് കുറച്ച് സീറ്റുകൾ കിട്ടിയില്ലേ? അപ്പോൾ അതുപോലുള്ള വിജയങ്ങൾ അവർ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ വിജയോടൊപ്പം നിന്ന് കുറച്ച് സീറ്റുകൾ പിടിക്കാൻ നോക്കുക. പിന്നെ വേറൊരു വലിയ തന്ത്രമുണ്ട്. MGRൻ്റെ കാലത്ത് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ച തന്ത്രം, അതായത് സംസ്ഥാനത്തേക്ക് മാക്സിമം സീറ്റുകൾ വിജയ്ക്ക്, കേന്ദ്രത്തിലേക്ക് മാക്സിമം സീറ്റുകൾ കോൺഗ്രസ്സിന്. പക്ഷേ അത് വിജയ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം. കാരണം ദക്ഷിണേന്ത്യ ഇപ്പോൾ അവരുടെ കയ്യിലായി എന്ന് അവർക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഒരു സംഗതി കിട്ടിയാൽ കേരളം കയ്യിലുണ്ട്, കർണാടക കയ്യിലുണ്ട്, തെലങ്കാന കയ്യിലുണ്ട്, തമിഴ്നാടും കൂടെ വന്നു കഴിഞ്ഞാൽ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ ഇത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആന്ധ്ര മാത്രമേ പിന്നെ ഇതിനകത്ത് പോകുള്ളൂ. ആന്ധ്രയിലും കുറേ സീറ്റുകൾ അവർക്ക് പിടിക്കാൻ സാധിക്കും. ഗോവയും കുറേ സീറ്റുകൾ അവർക്ക് കിട്ടി. അപ്പോൾ ഏതാണ്ട് സൗത്ത് ഇന്ത്യ ഞങ്ങളുടെ കയ്യിലാണ്, നോർത്ത് ഇന്ത്യ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരം ലഭിക്കുന്നതായിരിക്കും അത്. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി അവസരം ഉണ്ടാക്കില്ല. വിജയും അതുപോലെ തന്നെ ഈ 39 മെജോറിറ്റി സീറ്റുകൾ കോൺഗ്രസിന് കൊടുക്കാൻ തയ്യാറാവും തോന്നുന്നില്ല. അങ്ങനെ കൊടുത്താൽ പിന്നെ വരുന്ന ഇലക്ഷനിൽ വിജയ്ക്ക് അത് ചിലപ്പം പണിയാവും. അത് വിജയ് സൂക്ഷിച്ച്, അല്ലെങ്കിൽ വിജയുടെ പിന്നിൽ നിൽക്കുന്നവർ അത് സൂക്ഷിച്ച് ചെയ്യുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടു, സത്യപ്രതിജ്ഞ ചെയ്ത തൊട്ട് പിന്നാലെ തന്നെ ഏറ്റവും കനത്തൊരടിയാണ് ഈ ടാസ്മാക്കിന് നേരെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 717 ടാസ്മാക്കുകൾ ഒറ്റയടിക്ക് പൂട്ടുകയാണ്. 50 മീറ്റർ പരിധി എന്നുള്ളത് ഒറ്റയടിക്ക് 500 മീറ്റർ പരിധി എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഈ ടാസ്മാക്ക് പൂട്ടുക എന്നതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ DMKയുടെ വരവ്, അനധികൃതമായുള്ള വരവ്, പണം ഒക്കെ തന്നെ ഒറ്റയടിക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലേ? ഇതിൽ എന്തൊക്കെയായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വിജയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന നീക്കങ്ങൾ? വിജയുടെ നീക്കങ്ങളിൽ ഏറ്റവും ശക്തമായത് ഈ ടാസ്മാക്കിനെ പൂട്ടിക്കുന്ന അവസ്ഥ എന്നുള്ളതാണ്. അത് DMKയുടെ പണം പൂട്ടിക്കുന്നതിന് തുല്യമാണ്, പണസ്രോതസ് പൂട്ടിക്കുന്നതിന് തുല്യമാണെന്നുള്ളത് സത്യമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും അതെന്താ ബെവറേജസ് കോർപ്പറേഷൻ പൂട്ടിയാൽ അത് സർക്കാരിനല്ലേ ദോഷമെന്ന് വിചാരിക്കും. പക്ഷേ സർക്കാരിന് മാത്രമല്ല, കാരണം ഇതിൽ സപ്ലൈ ചെയ്യുന്ന ആരാണ്? ചില കമ്പനികളാണ്. ആ കമ്പനികൾ ഇതിലേക്ക് പണം മുടക്കുമ്പോൾ അവർക്കൊരു റേറ്റ് ഫിക്സ് ചെയ്തു. മദ്യലോബികളാണ്. ആ മദ്യലോബികൾക്ക് ഈ മദ്യം ഗവൺമെൻറ്റിന് കൊടുക്കുന്നതിന് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ റേറ്റിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അത് സർക്കാരിന് കൊടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ബാക്കി ഞങ്ങൾക്കാണ് എന്നുള്ളത്. അപ്പം ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പോകുമ്പം മിക്കവാറും അത് വിജയ് ഉദ്ദേശിക്കുന്നതാണ്. ഏത് വിധത്തിലെങ്കിലും ഇത് വീണ്ടും മിസ്യൂസ് ചെയ്തുകൊണ്ട് DMK എടുക്കാൻ സാധ്യതയുണ്ടോ, അതാണെങ്കിൽ അതിനെ കട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വീണ്ടും ബാറുകൾ കൊടുത്തുകൊണ്ടൊക്കെ ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അവിടുത്തെ ഖജനാവ് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ജയലളിത അമ്മ റെസ്റ്റോറൻറ്റുകൾ കൊണ്ടുവന്നപ്പം അതിന് ബദലായിട്ട് പണം സ്രോതസ്സിന് വേണ്ടിയിട്ട് IAS ഉദ്യോഗസ്ഥന്മാരിട്ട ഒരു മാർഗമാണ് ഈ ബെവറേജസ് കോർപ്പറേഷൻ കൂടുതലായിട്ട്, അവിടുത്തെ ടാസ്മാക് കൂടുതലായിട്ട് മദ്യശാലകൾ ആരംഭിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സോഴ്സ് വേണ്ടി വരും, പക്ഷേ അത് വേറൊരു വിധത്തിലേക്ക് മാറ്റും. ഇത് വിജയുടെ പുറകിൽ നിൽക്കുന്ന ക്രിസ്ത്യൻ ലോബിക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭയ്ക്ക് വളരെ എതിർപ്പുണ്ടായിരുന്നതാണ് ഈ മദ്യ ലോബി ഇങ്ങനെ വളരുന്നതും മദ്യഷാപ്പുകൾ കൂടുതൽ വരുന്നതും ഒക്കെ. അപ്പോൾ അത്
സ്റ്റോപ്പ് ചെയ്യാനും കൂടെ വിജയ് ശ്രമിച്ചു എന്നുള്ളത്, വിജയുടെ പിന്നിൽ നിൽക്കുന്നത് ആരാണെന്നും കൂടെ വിജയ് അറിയാതെ ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇനി വിജയെ സംബന്ധിച്ച് വളരെ കരുത്തുറ്റൊരു മന്ത്രിസഭ തന്നെയാണുള്ളത്. നമ്മളേവരും കണ്ടു. രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലൊരു മന്ത്രിസഭ, മന്ത്രിമാർ ഇതൊക്കെ ആദ്യമായിരിക്കും. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിമാർ ഉൾപ്പെടുന്നു, ഏറ്റവും ക്രിമിനൽ കേസുകൾ ഇല്ലാത്ത മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭ, വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്ടറേറ്റ് വരെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് അതിൽ അടങ്ങുന്നത്. PhD എടുത്തിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇത്രയും കരുത്തുറ്റ ഒരു മന്ത്രിസഭയുമായി മുന്നോട്ട് പോകുമ്പോൾ മുൻകാല പരിചയമില്ലാത്ത നിരവധി ആളുകൾ ഉൾപ്പെടുന്നു. ഇത് എത്രത്തോളം, ഇതിൻ്റെ സക്സസ് റേറ്റ് എത്രത്തോളമാണ്? രണ്ട് കാര്യങ്ങളിലാണ്. വിജയ് എങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ നേരിടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പിന്നിൽ നിന്ന് ക്ലാസ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതല്ല. ഉദ്യോഗസ്ഥന്മാരുമായുള്ള ബന്ധപ്പെടൽ, അതിലേക്ക് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള അപ്രോച്ച് അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ, ഒരു മാനേജ്മെൻറ്റ് പോളിസിയിലൂടെ പോകുന്ന തമിഴ്നാട് സെക്രട്ടേറിയറ്റ്, നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലല്ല, അവിടെ ഒരു ടീമുണ്ട്. ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിമാരും അവരുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനായിട്ട് ശ്രമിക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിനെ വിജയ്ക്ക് കയ്യിലെടുക്കാൻ കഴിഞ്ഞാൽ, അത് ഇപ്പം കുറേ പേര് DMKയുടെ കയ്യിലാണ്. സ്റ്റാലിൻ്റെ ആ ബന്ധങ്ങളൊക്കെ മുറിച്ചു വരാൻ ചിലർക്ക് ബുദ്ധിമുട്ട് കാണും. കാരണം സ്റ്റാലിൻ്റെ ഒരുപാട് ചരടുകളുണ്ട്. ഇവരൊക്കെ ചെയ്ത കുറ്റങ്ങളും കുഴപ്പങ്ങളും ക്രമക്കേടുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടിഞ്ഞാണായിട്ടുണ്ട്. ഇതിവിടെ കേരളത്തിൽ പിണറായി വിജയനും ഉണ്ട് ചില ഉദ്യോഗസ്ഥരെ കടിഞ്ഞാണിൽ നിർത്താനുള്ള അത്തരത്തിലുള്ള കഴിവ്. അത് വിജയ്ക്കൊരു വിനയാകാൻ സാധ്യതയുണ്ട്. അത് ബുദ്ധിപൂർവ്വം വിജയ് കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും വിജയവുമായി മുന്നോട്ട് പോകാം. പക്ഷേ ഒരു കാര്യം, ഇവരെല്ലാം ഭയക്കുന്നത് ജനങ്ങളുടെ പിന്തുണയാണ്. വിജയ് എന്ത് ചെയ്താലും, വിജയ് വിജയിച്ചാലും വിജയ് പരാജയപ്പെട്ടാലും അതിൻ്റെ കുറ്റം, അതിൻ്റെ കുഴപ്പം DMKയ്ക്ക് ആയിരിക്കും വരിക. തീർച്ചയായിട്ടും ഇനിയുള്ള 5 വർഷം അത് എങ്ങനെയായിരിക്കും TVKയുടെ ഭരണം എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തമിഴ് ജനത മാത്രമല്ല ഇന്ത്യൻ ജനത മുഴുവൻ തമിഴ്നാട്ടിലേക്ക് ഉറ്റുനോക്കുന്നത്. ഭരണം എപ്രകാരമായിരിക്കും, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് കൂടി തന്നെയാണ് ഏവരും വീക്ഷിക്കുന്നത്. സി ടോക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി ശ്രീ MS വേണുഗോപാൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.